വെൽക്കം ബാക്ക്. ഐഷുവാണ് കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മൾ അൽഹംദുലില്ലാ സുഖമായിട്ടിരിക്കുകയാണ്. അസുഖങ്ങളൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്, ബാക്ക് ടു നോർമൽ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നും ഒരു നോർമൽ ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ ഭയങ്കര മടിയായിരുന്നേ. അങ്ങനെ ഞാൻ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ടൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ടൊക്കെ നേരത്തെ വരുവേ. അപ്പോൾ ലഞ്ച് എന്തായാലും ഇന്ന് കാര്യമായിട്ട് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് കിച്ചണിലേക്ക് കയറുകയാണ്. ഹേസൂട്ട് രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട്. ഇക്ക ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് പോയത്. രാവിലെ തന്നെ ഞാൻ ഫ്രിഡ്ജ് ഒതുക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിലിരുന്ന ഒരുപാട് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബാക്കി വന്നിട്ടുണ്ടായിരുന്ന ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. ഹേസൂട്ടിന് ഇന്ന് രാവിലെ തന്നെ അവക്കാഡോ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഹേസൂട്ടിന് ബ്രേക്ക്ഫാസ്റ്റ് അവക്കാഡോ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അവക്കാഡോയും പഴവും കൂടി ഇട്ട് മിക്സ് ചെയ്യേ. ഒരു പകുതി അവക്കാഡോയും പകുതി ചെറിയ പഴവും കൂടി എടുത്തിട്ട് അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് മാഷ് ചെയ്തിട്ടാണ് ഹേസൂട്ടിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ രാവിലെ. അപ്പോൾ എന്ത് കഴിക്കാനാണെന്നുണ്ടെങ്കിലും ഭയങ്കര കരച്ചിലാണ്. അങ്ങനെ ഹേസൂട്ടിന് എങ്ങനെയെങ്കിലുമൊക്കെ കഴിപ്പിച്ചതിന് ശേഷം റൂമൊക്കെ ഒന്ന് അടിച്ചു വാരിയതിന് ശേഷമാണ് ഞാൻ പോയി കുളിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഒരു ലോഡ് പാത്രങ്ങളുണ്ട് കഴുകാനായിട്ട്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് അപ്പമായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് പാത്രങ്ങളും കാര്യങ്ങളും കഴുകാനായിട്ടുണ്ടായിരുന്നേ. ഞാൻ കുളിക്കുന്നതിന് മുന്നേ കഴുകിയിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഭയങ്കര മടിയായതുകൊണ്ട് രാവിലെ തന്നെ കുളിക്കാമെന്നങ്ങ് വിചാരിച്ചേ. അപ്പോൾ കുളിച്ചതിന് ശേഷം ഞാൻ പാത്രം കഴുകാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഗ്ലൗസൊക്കെ ഇട്ടിട്ട് ചെയ്യുകയാണ്. ഗ്ലൗസ് ഇടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ കയ്യിൽ ഭയങ്കരമായിട്ട് എനിക്ക് റാഷസ് പോലെ വരുന്നുണ്ട്. ഇവിടെ ഫെയറിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. എനിക്ക് കൈക്ക് ഭയങ്കര പ്രശ്നമാണത്, അലർജിയാണ്. ഈ കയ്യിൽ അത് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. നമ്മൾ പലതും യൂസ് ചെയ്ത് നോക്കി, പക്ഷേ ഇവിടെ വരുന്ന സമയത്ത് എൻ്റെ ഇവിടുത്തെ വെള്ളവും ആ ഒരു ഡിഷ് വാഷറും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നമാണോ എന്ന് അറിയാൻ വയ്യ. ഒരു 2 വർഷം മുന്നേ ഞാൻ ഇങ്ങനെ വന്ന സമയത്ത് ചെറുതായിട്ട് കയ്യിൽ ഇതേപോലെ റാഷസും കാര്യങ്ങളും വന്നതാണ്. പിന്നീട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഗ്ലൗസ് വാങ്ങിച്ചത്. അങ്ങനെ ഗ്ലൗസൊക്കെ ഇട്ട് ചെയ്യാൻ കുറച്ച് പാടാണ്, എങ്കിലും ചെയ്തല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഗ്ലൗസൊക്കെ ഇട്ട് പാത്രങ്ങളൊക്കെ പാത്രമൊക്കെ കഴുകിയതിന് ശേഷം ഞാൻ അരി കൂടി കഴുകിയിട്ട് കുക്കറിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ മീനെടുത്ത് കറി വെക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മുടെ റോജിബായി നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന കപ്പ ഉണ്ടായിരുന്നേ. കപ്പ ഞാൻ ആദ്യം വിചാരിച്ചു ഒന്നെടുത്താൽ മതിയെന്ന്. കാരണം നമ്മൾ 2 പേരല്ലേ ഉള്ളൂ, ഹേസൂട്ടൻ അത് കുറച്ചല്ലേ കഴിക്കുള്ളൂ. പക്ഷേ കട്ട് ചെയ്ത് വന്നപ്പോൾ കുറച്ചേ ഉണ്ടായിരുന്നോളെ. പിന്നെ ഞാൻ മറ്റേതും കൂടി എടുത്ത് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് കഴുകി എടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ മീനൊക്കെ കഴുകിയതിന് ശേഷം കപ്പയും ഒക്കെ കഴുകി അരിഞ്ഞ് കപ്പ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കുറച്ച് പയറും കൂടി കഴുകിയെടുത്ത് അതൊരു മെഴുക്കുരട്ടി ആക്കാമെന്ന് വിചാരിച്ചേ. ഹേസൂട്ടിന് ഇതേപോലെ മെഴുക്കുരട്ടിയോ അല്ലെങ്കിൽ അവിയലോ ഒക്കെ ഉണ്ടാക്കുന്നത് ചോറ് കൊടുക്കുന്ന സമയത്ത് എടുത്ത് കഴിക്കാനായിട്ട് എളുപ്പമുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ മുന്നെയാണ്, ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ ഞാൻ പറയാറുണ്ടല്ലോ. ഇപ്പോൾ പിന്നെ ജലദോഷവും മൂക്കടപ്പും കൂടെയൊക്കെ ആയതിനു ശേഷം പറയും കൂടി വേണ്ട. ഫുഡ് വെറുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലോണം മെലിഞ്ഞിട്ടും ഉണ്ട് കേട്ടോ ആള്. ഇപ്പോൾ തോരനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നേക്കാൾ എളുപ്പമാണ്. മീൻസ് വലിയ രീതിയിലൊക്കെ കട്ട് ചെയ്തിട്ടാൽ എൻ്റെ പണിയും തീരും. ഹേസൂട്ടിന് കഴിക്കാനും ഇഷ്ടമായിരുന്നു. പക്ഷേ ഇപ്പോൾ കണക്കാണ്, ഇപ്പോൾ ഒന്നും ഇഷ്ടമല്ല. പക്ഷേ ഈ ഒരു അച്ചിങ്ങ പയർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ അത് വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതൊക്കെ അരിഞ്ഞെടുത്ത് ഒരു സവാളയും കൂടി ഇട്ട് അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ. അച്ചിങ്ങ പയർ ചെമ്മീനും കൂടി ഇട്ട് വെക്കുന്നത് നല്ല ടേസ്റ്റാണ്. ഞാൻ ഷോർട്സ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാക്കുമായിരുന്നേ. കൊഞ്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇക്കാലത്ത് പറയുക അച്ചിങ്ങ പയറും കൂടെ വാങ്ങിക്കാൻ. ഇപ്പോൾ എന്തായാലും കൊഞ്ചൊന്നും ഇല്ല, അതുകൊണ്ട് സവാള മാത്രം ഇട്ടിട്ടാണ് വെക്കുന്നത്. എങ്ങനെ വെച്ചാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മെഴുക്കുരട്ടി ഭയങ്കര ഇഷ്ടമാണ് എല്ലാം. അങ്ങനെ ചോറ് വിസിലായിട്ട് മാറ്റിയിട്ടുണ്ട്. അതിനിടയ്ക്ക് അച്ചിങ്ങ പയറും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഹേസൂട്ടൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് കിച്ചണിൽ ഓരോന്നോരോന്ന് എടുത്ത് കൊടുക്കാനും കരച്ചിലും കാര്യങ്ങളും ഒക്കെ നടക്കണുണ്ട് അതിൻ്റെ ഇടയിൽ തന്നെ. പിന്നെ ഞാൻ മീന് വേണ്ടിയിട്ട് മുളക് കറി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് കുറച്ച് തക്കാളിയും ചെറിയ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് അരയ്ക്കാൻ വേണ്ടിയിട്ട് മിക്സിയിലേക്ക് ഇട്ടിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും കുറച്ച് പുളിയും കൂടി ഇട്ടിട്ട് അരച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ അച്ചിങ്ങ പയറായ സമയത്ത് അതൊന്ന് വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ രാത്രിയിൽ കഴിക്കാനായിട്ട് ഒരു ലോഡ് പാത്രങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ഇതേപോലെ ചൂടോട് കൂടി തന്നെ ബൗളിലേക്ക് മാറ്റി മൂടി വെച്ച് കഴിഞ്ഞാൽ പിന്നീടുള്ള പണികൾ എളുപ്പമായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ രാത്രിയിൽ ഒരു ലോഡ് പാത്രങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് ഇന്ന് എന്തായാലും ഇങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു. നാളെ എന്താവുമെന്ന് അല്ലാർക്ക് മാത്രമേ അറിയാവുള്ളൂ. അപ്പോൾ എന്തായാലും ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഉലുവയൊക്കെ പൊട്ടിച്ച് അങ്ങനെ മീൻകറിക്ക് വേണ്ടിയിട്ട് അരപ്പൊക്കെ ചട്ടിയിലേക്ക് മാറ്റിയിട്ട് മീനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. നമ്മുടെ കിഴങ്ങൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് വേവുന്ന കിഴങ്ങായിരുന്നു കേട്ടോ. 2 വെള്ളം ആ ഒരു ഊറ്റിയൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഊറ്റി മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം അരപ്പൊക്കെ ഇട്ടൊന്ന് മൂടി വെച്ചു. അരപ്പൊന്ന് ആവി കയറി വന്നപ്പോഴേക്കും നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കപ്പയൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ.
അതും ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഹേസൂട്ടൻ ബക്കറ്റൊക്കെ തപ്പുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിരുന്ന് ചക്കവറ്റിലെടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം അവിടെ കൊണ്ടുവന്ന് ഇടാനാണ്, ഞാൻ തൂക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് ഈ കാണിക്കുന്നത്. എങ്കിലും കുറച്ച് നേരത്തേക്ക് ഒന്ന് കരയാണ്ടിരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പണികൾ ഇവിടെ തന്നെ കിടക്കും. അപ്പോൾ എല്ലാം നടക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവനെ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ ഫുഡ് ഇട്ട് കൊടുക്കും കേട്ടോ. അതിൻ്റെ ഇടയിൽ തന്നെ 300 പ്രാവശ്യം ഒന്ന് ചെന്ന് നോക്കണം, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല. കുറച്ച് മുന്നേ ആൾ വന്നിട്ട് ഇതാ ഈ ഒരു ഐറ്റം കൊണ്ട് മുങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ജോലിക്കിടയിൽ ഓരോ ഐറ്റംസ് ചോദിച്ച് വരും. ഞാൻ പെട്ടെന്ന് തന്നെ കഴുകിയിട്ട് അത് കൊടുക്കുക, അതും കൊണ്ട് കുറച്ച് നേരം ഇരുന്ന് കളിക്കും. ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അങ്ങനെ കിഴങ്ങ് വെന്ത് കഴിഞ്ഞപ്പോൾ വെള്ളമൊക്കെ ഊറ്റിയതിന് ശേഷം അതിലേക്ക് അരപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും കറിവേപ്പിലയും കുറച്ച് മുളകും കൂടി ഇട്ടിട്ട് ചതച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ആവി കയറിയപ്പോൾ അരപ്പും കിഴങ്ങും കൂടി നന്നായിട്ട് ഇളക്കിയിട്ട് അതൊന്ന് പാത്രത്തിൽ നിന്ന് മാറ്റി ബൗളിലേക്ക് മാറ്റി അതും കൂടി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നേ. അതിനിടയ്ക്ക് ഹേസൂട്ടൻ വന്നിട്ട് ഭയങ്കര കരച്ചിലായിരുന്നേ. ഞാൻ കുറച്ച് നേരം ആയില്ലേ കിച്ചണിൽ കയറിയിട്ട്. പാത്രങ്ങൾ കഴുകിയ സമയത്ത് തന്നെ ഒരുപാട് നേരം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ നേരം ആയതുകൊണ്ട് വല്ലാത്തൊരു വിഷമമായിരുന്നു. അതുകൊണ്ട് ഞാൻ മീൻകറിയിൽ ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഹേസൂട്ടൻ്റെ കൂടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഫുൾ അങ്ങനെ ത്രൂ ഔട്ട് കിച്ചണിൽ തന്നെ നിൽക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റു കാര്യങ്ങളിൽ ബിസി ആവാനോ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര വിഷമമാണ് കേട്ടോ അവന്. അതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് അവൻ്റെ കൂടെ ഇരുന്ന് ഫീഡൊക്കെ ചെയ്ത് ഓക്കെ ആക്കിയിട്ട് പിന്നീട് കിച്ചണിലേക്ക് വന്നപ്പോൾ ആൾ ഹാപ്പിയായി. പിന്നെ ഇരുന്ന് കുറച്ച് നേരം ഒന്ന് TV കണ്ടിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ആ നേരം കൊണ്ട് മീൻകറി ഇതാ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഞാനൊരു മോരുകറി കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും ചെറിയ ഉള്ളിയും എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് തേങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ വാങ്ങിച്ച മുളക് നല്ല എരിവുണ്ട്, അതുകൊണ്ട് കുറച്ച് മുളകും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കടുകും കൂടെ അരച്ചു കേട്ടോ. എപ്പോഴും ഞാൻ ഇടുന്ന സമയത്ത് കടുക് അരയ്ക്കാറില്ല. നമ്മൾ പച്ചടിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്താണ് കടുക് അരയ്ക്കാറുള്ളത്, അല്ലാന്നുണ്ടെങ്കിൽ മാങ്ങാക്കറിയൊക്കെ വെക്കുന്ന സമയത്താണ് കടുക് അരയ്ക്കാറുള്ളത് കേട്ടോ. പക്ഷേ ഞാൻ ഇപ്പോൾ ചെയ്ത സമയത്ത് കടുകും കൂടെ അരച്ചിട്ടുണ്ടായിരുന്നു. ഒരു വെറൈറ്റി ടേസ്റ്റ് പിടിക്കാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പണ്ടൊക്കെ നമ്മൾ ഉമ്മച്ചീൻ്റെ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് വലിയ ഉമ്മച്ചി ഇതേപോലെ മാങ്ങാക്കറി ഉണ്ടാക്കുമായിരുന്നേ. കടുകൊക്കെ അരച്ചിട്ട് ഭയങ്കര ടേസ്റ്റാണ്. അത് മാത്രം മതി സത്യം പറഞ്ഞാൽ ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം മോര് കറി കൂടി ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം കൗണ്ടർ ടോപ്പൊക്കെ വൃത്തിയാക്കി സിങ്കൊക്കെ ഒന്ന് ക്ലീൻ ആക്കി. ഹേസൂട്ടൻ എന്തായാലും കുളിപ്പിക്കണമല്ലോ, അപ്പോൾ സിങ്കൊക്കെ ഒന്ന് വൃത്തിയാക്കി കിച്ചൻ്റെ പണിയൊന്ന് ഒതുക്കിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ സിങ്കൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം കിച്ചൻ്റെ പണി തീർന്നിട്ടുണ്ടായിരുന്നേ. ഗ്ലൗസ് യൂസ് ചെയ്ത് എന്തായാലും എളുപ്പമായിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഓൾമോസ്റ്റ് കിച്ചൻ്റെ പണി കഴിഞ്ഞു. മീൻകറി ഒന്ന് കുറുകിയിരിക്കട്ടെ എന്ന് കരുതിയിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ മീൻകറി വെച്ചിട്ടുണ്ടായിരുന്നു. മോരുകറി ഉള്ളത് കൊണ്ട് കുറച്ചൊന്ന് തിക്കായിട്ടിരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കിച്ചണൊക്കെ ഒതുക്കിയതിന് ശേഷം ഞാൻ അരി കൂടി വടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് അധികം വെള്ളം വെക്കണം കേട്ടോ. കുക്കറിൽ എങ്ങനെയാണ് ചോറ് വെക്കുന്നതെന്ന് ഒരുപാട് പേര് ചോദിച്ചു. 2-3 തവണ നമ്മൾ വെക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആ ഒരു ഐഡിയ ആണ് കേട്ടോ. പലരും ചെയ്യുന്ന സമയത്ത് പല രീതിയിൽ വരാറുണ്ട്. നോർമൽ നമ്മൾ വെക്കുന്ന സമയത്ത് ഉപ്പിടാതെയാണ് ഞാൻ വെക്കുന്നത്. ചോറ് വടിക്കുന്ന സമയത്താണ് കേട്ടോ ഞാൻ ഉപ്പിടുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ വേവ് ചിലപ്പോൾ മാറിപ്പോവാറുണ്ട്. ഉപ്പിട്ട് വേവിക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ചോറൊന്ന് ഹാർഡാവുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ചോറ് വെന്തതിന് ശേഷം മാത്രമേ ഉപ്പിടുള്ളൂ. ഞാൻ അരിയിട്ട് കഴിക്കിയതിന് ശേഷം ആവശ്യത്തിന് വേണ്ട വെള്ളമൊക്കെ വെക്കും. ആ ഒരു 2 ബട്ടൺ ഉണ്ടാവില്ലേ അകത്ത് കുക്കറിൻ്റെ, അതിന് താഴെയായിട്ട് വെള്ളം നിൽക്കുന്ന രീതിയിൽ വെക്കും കേട്ടോ. അതിനുശേഷം 3 വിസിൽ കേൾക്കും. അതിനുശേഷം അതിൻ്റെ എയറൊക്കെ പോയി കഴിഞ്ഞാൽ തുറന്നിട്ട് വേറെ വെള്ളമൊന്നും ഒഴിക്കില്ല കേട്ടോ. അത്രയും വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. ഞാൻ നമുക്ക് വേണ്ടിയിട്ട് 1 ഗ്ലാസ് അരിയാണ് കേട്ടോ ഇടുന്നത്. അതിനുശേഷം ചില ദിവസങ്ങളിൽ 2 ദിവസം എടുക്കാൻ വേണ്ടിയിട്ട് 1.5 ഗ്ലാസ് ഒക്കെ ഇടാറുണ്ട്. അതിനുശേഷം തുറന്നു കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് വടിക്കാറുണ്ട് കേട്ടോ. ഈ കഴുകുന്ന സമയത്ത് ശ്രദ്ധിക്കണം, നമ്മൾ ബിരിയാണിയൊക്കെ റൈസ് എടുക്കുന്നത് പോലെ തന്നെ നന്നായിട്ട് കഴുകി അത് ക്ലിയർ വാട്ടർ ആകുന്നത് വരെ അരി കഴുകിയെങ്കിൽ മാത്രമേ ആ ഒരു അരിയൊക്കെ വേകുന്ന സമയത്ത് കുക്കറിൽ വെക്കുന്ന സമയത്ത് ഒരു കൊഴുകൊഴുപ്പ് വരാറില്ലേ, അത് പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണം കേട്ടോ. നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രം ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നല്ല തുരുതുരാ കിട്ടും കേട്ടോ. അതിനുശേഷം ചോറും കൂടിയൊക്കെ വടിച്ചിട്ട് ഞാൻ നേരെ തന്നെ അടിച്ചു വരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു. അടിച്ചു വരാനായിട്ട് പോയപ്പോഴാണ് ഞാൻ അതിൻ്റെ ഇടയിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്ന ചക്കവറ്റിലും ആപ്പിളും എല്ലാം തറയിൽ തന്നെ കിടക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ അടിച്ചു വരാനായിട്ട് വന്ന സമയത്ത്
ഭയങ്കര സങ്കടമൊക്കെ വന്നിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. ഇതേപോലെയാണ് ഇടയ്ക്കിടയ്ക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരും, അവനെ നോക്കുന്നില്ല എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഭയങ്കര സങ്കടമാണ്. പിന്നെ ഞാൻ എടുത്ത് ഒന്ന് ആശ്വസിപ്പിച്ച് കഴിഞ്ഞാലാണ് ഓക്കെ ആവുന്നത്. ഇതേപോലെയാണ്, ഭയങ്കര കരച്ചിലോ കാര്യങ്ങളോ കാണില്ല, ചില സമയത്ത് ഇതേപോലെ വിമ്മി പൊട്ടും. അങ്ങനെ കരയുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സങ്കടമാണ്, അവനേക്കാളും സങ്കടം എനിക്ക് വരും. ഇത്രയും നേരം ഞാൻ നോക്കാതെയാണോ നിന്നതെന്നൊക്കെ എനിക്ക് തോന്നിപ്പോവുക. അമ്മാതിരി കരച്ചിലായിരിക്കും, കരച്ചിലല്ല വിമ്മി പൊട്ടു കേട്ടോ. എനിക്ക് ഭയങ്കര വിഷമമാണ് അത് കാണുന്ന സമയത്ത്. അങ്ങനെ കുറച്ച് നേരമൊക്കെ എടുത്ത് കളിപ്പിച്ചതിന് ശേഷം ബാക്കിയൊക്കെ അടിച്ച് വാരിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഹെയ്സൂട്ടിനെ ഒന്ന് കുളിപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ജലദോഷമൊക്കെ മാറി ഒന്ന് ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കുളിപ്പിച്ചത്. അപ്പോൾ കുളിച്ചതിന് ശേഷം നല്ല കുട്ടപ്പനായി ഓക്കെ ആയി. അപ്പോൾ ജോലിയൊക്കെ തീർന്നിട്ടുണ്ട് അൽഹംദുലില്ലാ. അതിന് ശേഷം ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തേ. ഡ്രസ്സൊക്കെ ഇടാനായിട്ട് ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ മെയിനായിട്ടുള്ളത് ചൂടായതുകൊണ്ട് ഡ്രസ്സ് ഇടാനേ സമ്മതിക്കില്ല കേട്ടോ. അപ്പോൾ ഡയപ്പർ ഇടാൻ തന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് ഡയപ്പർ തന്നെ ഇട്ട് കൊടുക്കുന്നത്. അമ്മാതിരി ചൂടാണ്. വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഞാൻ പലപ്പോഴും ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് തന്നെ അവനെ ഇടുന്ന സമയത്ത് അവൻ ഒട്ടും കംഫർട്ടബിൾ അല്ല, ഭയങ്കര ചൂടാണ് ഇവിടെ. എപ്പോഴും AC ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി അതിനനുസരിച്ചിട്ട് മാറും. ഇപ്പോൾ പിന്നെ നാട്ടിൽ പോവുകയാണെന്നുണ്ടെങ്കിലോ അല്ലാന്നുണ്ടെങ്കിലും പുറത്തൊക്കെ പോകുന്ന സമയത്ത് അസുഖങ്ങളും കാര്യങ്ങളും വരാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ എപ്പോഴും അങ്ങനെ AC കാര്യങ്ങളിലും അങ്ങനെ ഇരുത്താറില്ല കേട്ടോ. എല്ലാ ഐറ്റം മിങ്കിളാവട്ടെ എന്ന് വിചാരിച്ചിട്ട് കഴിയുന്നതും ഞാൻ ഡ്രസ്സ് അങ്ങനെ എപ്പോഴും ഇടാണ്ട് അങ്ങനെയൊക്കെ നോക്കും. അപ്പോൾ ഒരുപാട് കരച്ചിലും കാര്യങ്ങളൊക്കെ ശേഷം അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് കുട്ടപ്പനായിട്ട് നിൽപ്പുണ്ട്. അതിനുശേഷം നമ്മളൊക്കെ കഴിക്കുന്നതിന് മുമ്പ് ചോറൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നിന്നപ്പോൾ ഇക്ക വിളിച്ചിട്ടുണ്ടായിരുന്നേ. വിളിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞേ. അപ്പോൾ പിന്നെ നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇക്ക വന്നതിന് ശേഷം ഒരുമിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചേ. ഇക്ക വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫോൺ കൊടുക്കാത്തതിനായിരിക്കും കരച്ചിൽ. പിന്നെ കുറേ നേരം ഇക്കാലത്ത് സംസാരിക്കണം. വരാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ആണെന്നുണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ അവനോട് കുറേ നേരം സംസാരിക്കണം. അങ്ങനെ ഇക്കായിട്ട് സംസാരിക്കണം കണ്ടുകൊണ്ട് ഞാൻ നേരെ പോയി തുണി കഴുകാനായിട്ട് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ. ആ നേരം കൊണ്ട് ഫോണ് ടേബിളിൻ്റെ മണ്ടയിൽ വെച്ചിട്ട് അതെടുക്കാൻ വേണ്ടിയിട്ട് സെറ്റിയുടെ മണ്ടയിൽ കയറി ഇതാ കാണിക്കുന്ന കുരുത്തക്കേട് നോക്കി ഇത്രയും അകലമുണ്ട്. ഞാനിങ്ങനെ അകലാക്കി ഇട്ടേക്കിനെ എന്നെ കയറരുതെന്ന് വിചാരിച്ചിട്ടാണ്. ചേർത്തിട്ട് കഴിഞ്ഞപ്പോഴാണ് ഒരു ദിവസം ഇതേപോലെ കണ്ടു പഠിച്ചതേ. പിന്നീട് ഞാൻ ഗ്യാപ്പ് ഇട്ടപ്പോൾ അതിൻ്റെ ഇടയിൽ സ്റ്റൂൾ ഇട്ടിട്ട് കയറാനായിട്ട് നോക്കി. എന്തൊക്കെ ചെയ്യണമെന്ന് അവന് തന്നെ അറിയില്ല. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇക്ക വന്നിട്ടുണ്ടായിരുന്നേ. വിളിച്ച് ഇങ്ങ് എത്തുന്നത് വരെയും ഫോൺ വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വെച്ച് കഴിഞ്ഞാൽ അതിനായിരിക്കും ഇനി അടുത്ത കരച്ചിൽ. അങ്ങനെ എത്തിയിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ എടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ബോട്ടിൽ വാട്ടറാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്ക വന്നതിന് ശേഷം നമ്മൾ ചോറ് കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ചോറും മീൻകറിയും കിഴങ്ങും മെഴുക്കുരട്ടിയും മോരുകറിയും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നേ. നമ്മൾ കുറച്ച് ദിവസമായി ജലദോഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് നാവിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ പോയിട്ടിരിക്കുകയായിരുന്നേ. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര മടിയായിരുന്നു. എന്തെങ്കിലും കാട്ടിക്കൂട്ടാമെന്ന് വിചാരിച്ചാണ് നിന്നത്. പക്ഷേ കുളിച്ച് കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു എനർജി കിട്ടി. അങ്ങനെ എനർജിയോടുകൂടി ഉണ്ടാക്കിയത്. അപ്പോൾ എന്തായാലും അൽഹംദുലില്ലാ അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാം ഏറ്റവും ഇഷ്ടപ്പെട്ടത് മോരുകറിയാണ്. ഇക്കാക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചു. ഹെയ്സൂട്ടൻ ആ സമയത്ത് കുറേ വാരി കളയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹെയ്സൂട്ടന് മീൻകറിയിൽ നല്ല എരിവുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് മീൻ അരപ്പൊക്കെ മാറ്റിയിട്ടാണ് ചോറിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കൂടെ ഇരുന്ന് കഴിക്കുമെന്ന് തോന്നുമെങ്കിലും ഒരു 5 സെക്കൻഡ് കഴിയുമ്പോൾ അതെല്ലാം തറയിൽ വാരിയിടും. പിന്നെ ഞാൻ പ്ലേറ്റ് മാറ്റിയതിന് ശേഷം ഹെയ്സൂട്ടന് ഞാൻ തന്നെ വാരി കൊടുക്കുക. അപ്പോൾ ഇക്ക ഉള്ളതുകൊണ്ട് കുറച്ചൊക്കെ ഇക്കയെ കണ്ടും ഒക്കെ കളിപ്പിച്ചുമൊക്കെ ആയതുകൊണ്ട് അങ്ങ് കഴിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഹെയ്സൂട്ടനും ഇക്കായും കൂടെ ഒന്ന് താഴേക്ക് പോയി കറങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം ഹെയ്സൂട്ടൻ ഇവിടെ ഇരുന്ന് കളിച്ച് ഇക്ക കുറച്ച് നേരം കിടന്നുറങ്ങി. ആ സമയത്ത് ഞാൻ കുറച്ച് നേരം ഇരുന്ന് എഡിറ്റൊക്കെ ചെയ്തതിന് ശേഷം നമസ്കരിച്ചിട്ടൊക്കെ ഇറങ്ങിയപ്പോൾ ചായ ഇടാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ചായയൊക്കെ ഇട്ട് ഹെയ്സൂട്ടൻ്റെ സ്നാക്സിന് വേണ്ടിയിട്ട് കുറച്ച് ഏത്തപ്പഴം ഉണ്ടായിരുന്നേ. അപ്പോൾ അതൊന്ന് അരിഞ്ഞെടുത്തിട്ട് കുറച്ചൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ട് അതൊന്ന് നെയ്യിൽ വരട്ടി കൂടി എടുക്കാമെന്ന് വിചാരിച്ചേ. ഇതിൻ്റെ കാൽഭാഗം പോലും കഴിക്കൂല, പിന്നെ നമുക്കും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. കാരണം പഴം പഴുത്തിട്ടിരിക്കുകയായിരുന്നേ. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞാൽ അത് കേടായി പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് ഇതേപോലെ വരട്ടി എടുത്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് കുറച്ച് ഗീയും കൂടെ ഒഴിച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുവേ.
അങ്ങനെ അതൊക്കെ ഹീസുട്ടിന് കൊടുക്കാനായിട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പഴം വാട്ടിയത് ഹീസുട്ട് ഇങ്ങനെ ആ ഒരു പാത്രത്തിൽ നോക്കിക്കൊണ്ടിരിക്കുന്നതല്ലാതെ ഒരെണ്ണം പോലും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ. ഞാനൊക്കെ കുറച്ചൊക്കെ അതിൽ നിന്ന് എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ തുണി വിരിക്കാൻ പോയ സമയത്ത് ഹീസുട്ടിന് കൊടുത്തിട്ടുണ്ടായിരുന്നേ. വണ്ടിയിലൊക്കെ എത്തി കറക്കി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊണ്ടുപോയി കളിപ്പിച്ചൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ചൊക്കെ വായിൽ വിരിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയം കൊണ്ട് ഞാൻ തുണി ഡ്രൈ ചെയ്തിട്ട് വിരിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ തുണിയൊക്കെ വിളിച്ചതിന് ശേഷം വീട്ടിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം കുറച്ച് നേരം ഹേസിട്ടിട്ട് ആയിട്ടിരുന്ന് കളിച്ചേ. ഇന്ന് കുറച്ച് നേരം ഇരുന്ന് ഹേസുട്ടിൻ്റെ അവിടെ ഇരുന്ന് കളിച്ചിട്ട് വീട്ടിലൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം ഹേസുട്ടിന് കുറുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് അവലുണ്ടാക്കാമെന്ന് വിചാരിച്ചു. രാവിലെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആപ്പിൾ ഉണ്ടായിരുന്നല്ലോ, അത് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. കഴുകിയിട്ട് അതും കുറച്ച് പഴവും ഡേറ്റ് സിറപ്പും കൂടി ഇട്ടിട്ട് അതങ്ങനെ കുറുക്കിയിട്ട് അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ ഹേസുട്ടിന് ഞാൻ കുറുക്കൊക്കെ കൊടുക്കുന്ന സമയം കൊണ്ട് പാത്രങ്ങളൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നേ. അല്ലാന്നുണ്ടെങ്കിൽ ഇനി ഞാൻ ഗ്ലൗസൊക്കെ ഇട്ട് കഴുകണ്ടേ. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകിയ സമയത്ത് ഞാൻ ഹേസുട്ടിന് കുറുക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമ്മൾ കൂടി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. രാത്രിയിൽ പുട്ടോ എന്തെങ്കിലും മീൻകറിയോട് കഴിക്കാമെന്ന് വിചാരിച്ചാണ് നിന്നത് കേട്ടോ. പക്ഷേ പറഞ്ഞു രാത്രിയിൽ നമുക്ക് ചോറ് തന്നെ കഴിക്കാം, കറികളൊക്കെ ഒരുപാടുള്ളതല്ലേ, പിന്നെ മൂപ്പർക്ക് മോരുകറി ഭയങ്കരമായിട്ട് ഇഷ്ടമായതുകൊണ്ട് ഇന്ന് ചോറ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ കറികളെല്ലാം കൂട്ടിയിട്ട് മോരുകറിയൊക്കെ ആക്കി രാത്രിയിൽ നമ്മൾ ചോറ് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കിച്ചണൊക്കെ ഒതുക്കിയിട്ട് ഒരു റൗണ്ട് കൂടി ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ രാവിലെ അല്ലാന്നുണ്ടെങ്കിൽ എണീക്കുമ്പോഴേ വല്ലാത്തൊരിതാണ്. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് തറ ഒന്ന് അഴിച്ചു വാരിയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ എടുക്കണമെന്ന് അവന് തന്നെ അറിയില്ല. ഒരു സ്പൂണും കൊണ്ടാണ് ഇന്ന് റൂമിലേക്ക് വന്നത്. അതിനുശേഷം കുറേ നേരം ഇക്കായും ഹേസുട്ടനും കൂടി ഗുസ്തിയായിരുന്നു. അങ്ങനെ ഹേസുട്ടനും ഇക്കായും കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ നൈസായിട്ട് തന്നെ പോയിട്ട് ദേഹം കഴുകിയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം നമ്മൾ കിടന്നു ഗൈസ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. വീഡിയോ കാണുന്ന സമയത്ത് ഒരു കമൻറ്റെങ്കിലും ഇടാനായിട്ട് നോക്കണം കേട്ടോ. എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി പറയണം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണാം ഇൻഷാ അല്ലാഹ്. അതുവരേക്കും ടാറ്റാ.